ഉസ്താദിൻ്റെ സത്യസന്ധതയും നിലപാടുകളും വിട്ടുവീഴ്ചയില്ലാത്ത ആദർശവും അത് ആർക്കു മുമ്പിലും തുറന്നു പറയാനുള്ള ആർജവുമൊക്കെ കണ്ടുകൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഉസ്താദിൻ്റെ കൂടെ കൂടിയത്. സുരക്ഷിത ബോധം മുസ്ലിങ്ങൾക്കുണ്ട്. മുസ്ലിങ്ങൾ ഒരിക്കലും അരക്ഷിത ബോധത്തിലല്ല ഉള്ളത്. മുസ്ലിങ്ങൾ എന്നും ശുഭപ്രതീക്ഷയിലാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിലാണ്. അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും. അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടാൻ പാടില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? കാന്തപുരം ഉസ്താദ് മോദിയെ കണ്ടതിന് ശേഷം പറഞ്ഞല്ലോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, എല്ലാവരും സുരക്ഷിതരാണെന്ന്. എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കുറേയേറെ മെസ്സേജുകൾ എനിക്ക് വന്നു. സത്യത്തിൽ കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം ആ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയോ എന്ന വിഷയത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങളിലാണ് ആ രീതിയിലുള്ള വാർത്തകൾ വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയമായിരുന്നു. പിന്നീട് ഏറെക്കുറെ മാധ്യമങ്ങളിലും സമാനമായ തലക്കെട്ടോടു കൂടിയുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാന്തപുരം ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിച്ചു. അതിലെവിടെയും ഉസ്താദ് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടില്ല. പിന്നീട് ഖലീൽ തങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലവിലുള്ള ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്ന് പറഞ്ഞെങ്കിലും അതിലൊരു വ്യക്തത വന്നില്ല. എന്നാൽ ഇന്ന് ദുബായിൽ വെച്ച് കാന്തപുരം ഉസ്താദിൻ്റെ മകനും സമസ്തയുടെ നേതാവുമായ അബ്ദുൽ ഹക്കീം അസ്സരി ഉസ്താദ് കൃത്യമായി വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും ആശയക്കുഴപ്പം മാറുന്ന രീതിയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. അതെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോടും പ്രത്യേകിച്ച് അസ്സരി ഉസ്താദിനോടും വളരെ വിനയത്തോടു കൂടി ഞാനൊന്ന് ചോദിച്ചോട്ടെ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ബീഫിൻ്റെ പേരിൽ മാത്രം ഏതാണ്ട് 100-ലധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് വിധവകളായ മുസ്ലിം സ്ത്രീകളുണ്ട്. ബാപ്പമാരെ നഷ്ടപ്പെട്ട് എത്തീമുകളായ മക്കളുണ്ട്. ആൺമക്കൾ നഷ്ടപ്പെട്ടതോടെ സംരക്ഷണം നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. ഇതെല്ലാം അരക്ഷിതാവസ്ഥയുടെ ഭാഗമല്ലേ ഉസ്താദെ? അവരൊക്കെ സുരക്ഷിതരാണോ ഉസ്താദെ? നിയമവും നീതിയും നഷ്ടപ്പെട്ട അവരൊക്കെ ഇന്നും അരക്ഷിതാവസ്ഥയിലല്ലേ ഉസ്താദെ? ആ കൊല്ലപ്പെട്ട 100 കണക്കിന് മുസ്ലിങ്ങൾ സുരക്ഷിതരായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉസ്താദെ ബീഫിൻ്റെ പേരിൽ അവർ കൊല്ലപ്പെട്ടത്? ഉസ്താദിന് UPയിലെ അഖ്ലാഖിനെ ഓർമ്മയില്ലേ? വീട്ടിൽ പശുവിറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് നിഷ്കരുണം സംഘപരിവാർ ഗുണ്ടകൾ, തീവ്ര ഹിന്ദുത്വവാദികൾ ആ വയോധികനെ തല്ലിക്കൊന്ന വാർത്ത ഉസ്താദിന് ഓർമ്മയില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനാവാതെ ഡൽഹിയിൽ അന്തേവാസികളായി ജീവിക്കുകയാണ് ഉസ്താദെ. ഏതെങ്കിലും കാരണവശാൽ അവർ നാട്ടിലേക്ക് മടങ്ങി വന്നാൽ അവരാക്രമിക്കപ്പെടുമെന്ന് ഭയന്നിട്ട് അവരിന്നും അന്തേവാസികളായി ആരോരുമില്ലാതെ ഡൽഹിയിൽ തന്നെ താമസിക്കുകയാണ് ഉസ്താദെ. സുരക്ഷിതത്വം അവർക്കുണ്ടോ ഉസ്താദെ? ഉസ്താദ് പറഞ്ഞതുപോലെ അരക്ഷിതാവസ്ഥയില്ലെങ്കിൽ എങ്ങനെയാണ് ഉസ്താദെ അവർക്ക് അഖ്ലാഖിനെ നഷ്ടപ്പെട്ടത്? അഖ്ലാഖിനെ നഷ്ടപ്പെട്ടതിന് ശേഷവും എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ വന്ന് അവർക്ക് താമസിക്കാൻ കഴിയാത്തത്? ഉസ്താദ് ഓർക്കുന്നുണ്ട്, NRCയുമായി ബന്ധപ്പെട്ട് മുഴുവൻ മതേതര വിശ്വാസികളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായമൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച സമയം. ആ സമയത്ത് നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഉസ്താദ് ഓർക്കുന്നുണ്ടോ? ചില ആളുകളാണ് നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അവരുടെ വേഷം കണ്ടാൽ അവരെ തിരിച്ചറിയാമെന്ന്. ഉസ്താദെ, അത് നമ്മളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ ധരിക്കുന്ന തൊപ്പിയും തലപ്പാവും അടക്കമുള്ള മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. കഴിഞ്ഞ ബീഹാർ ഇലക്ഷൻ വരെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിൽ മുൻപന്തിയിൽ വന്നിരിക്കുന്നത് മുഴുവൻ BJP നേതാക്കളാണ് ഉസ്താദെ. നരേന്ദ്രമോദിയും അമിത്ഷായും യോഗിയും അടക്കമുള്ളവരാണ് ഉസ്താദെ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭരണാധികാരിയെ കണ്ടതിന് ശേഷം മുസ്ലിങ്ങളെല്ലാം ഇന്ത്യയിൽ സുരക്ഷിതമാണ് എന്ന് ഉസ്താദ് പറഞ്ഞത് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉസ്താദെ? ഉസ്താദിന് ദീപക്കിനെ അറിയുമോ? ഉത്തരാഖണ്ഡ് സ്വദേശിയായ ജിമ്മ് നടത്തുന്ന ഹൈന്ദവ മതവിശ്വാസിയായ ദീപക് എന്ന സഹോദരൻ. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് മുഹമ്മദ് ദീപക് എന്നാണ്. കുറച്ചുനാൾ മുമ്പ് വരെ ദീപക്കിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമായിരുന്നു ഉസ്താദെ. എല്ലാ രീതിയിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് പോലും നമ്മുടെ രാജ്യത്ത് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജിമ്മിനോട് ചേർന്ന് വർഷങ്ങളായി ബാബ എന്ന പേരിൽ തുണി വ്യാപാരം നടത്തുന്ന ഒരു മുസ്ലിം വയോധികനെ സംഘപരിവാർ ഗുണ്ടകൾ, ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിക്കാൻ വന്നപ്പോൾ അവരിൽ നിന്നും അദ്ദേഹം ആ വയോധികനെ സംരക്ഷിച്ചു ഉസ്താദെ. അതുമുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം സുരക്ഷിതമില്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ തല വെട്ടുന്നവർക്ക് 5 ലക്ഷം രൂപയാണ് സംഘപരിവാർ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല രീതിയിലും അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിമ്മിൽ നിന്നും നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനമൊക്കെ ഇപ്പോൾ കുറഞ്ഞു. അവിടെ പഴയതുപോലെ ആളുകൾ വരാതെയായി. ഈ രീതിയിൽ അദ്ദേഹം വലിയ അക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ആക്രമിക്കാമെന്ന ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്നും ആ വയോധികനെ, ആ മുസ്ലിമിനെ അദ്ദേഹം സംരക്ഷിച്ചു, പൊതിഞ്ഞു പിടിച്ചു എന്നുള്ളതാണ്. ഉസ്താദെ, അടുത്ത സമയത്ത് പോലും അമേരിക്ക കേന്ദ്രീകരിച്ചും അല്ലാതെയും പുറത്തു വന്ന ധാരാളം റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്.
ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണോ ഉസ്താദ് പറയുന്ന ഇന്ത്യയിൽ നമ്മൾ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം സുരക്ഷിതരാണെന്ന്? ഉസ്താദ് എന്തിനധികം പറയണം, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ അദ്ദേഹത്തിന് SIRന്റെ മറവിൽ ഇന്ത്യൻ പൗരനല്ല എന്ന് വ്യാജപ്രചരണം നടത്തി കരുതിക്കൂട്ടി പൗരത്വം നിഷേധിച്ച് SIR വഴി അദ്ദേഹത്തെ വോട്ട് ലിസ്റ്റിൽ നിന്നും പേര് വെട്ടിമാറ്റാനുള്ള ഗൂഢമായ നീക്കങ്ങൾ BJP RSS നേതാക്കൾ നടത്തുകയും ആ കളികൾ കളക്ടർക്ക് ബോധ്യപ്പെടുകയും അവർ ആ BJP നേതാവിനെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഉസ്താദ്, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഉസ്താദ് പറയുന്നത് പോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണെങ്കിൽ എന്തിനാണ് ഉസ്താദെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP RSS ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്? മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുക്കളെന്ന് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന സംഘടനയല്ലേ ഉസ്താദെ RSS? അതേ RSSന്റെ നേതാവായി കുറെ കാലം പ്രവർത്തിച്ച ആളല്ലേ ഉസ്താദെ നരേന്ദ്രമോദി? ആ നരേന്ദ്രമോദിയല്ലേ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആ നരേന്ദ്രമോദിയോ RSSന്റെയോ BJPയുടെയോ മറ്റേതെങ്കിലും നേതാക്കൾ ആ രീതിയിൽ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളല്ല എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തതായി ഉസ്താദിൻ്റെ അറിവിലുണ്ടോ? അത്തരം പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ, ഒരു ഭരണാധികാരിയെ കണ്ടതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്ന് ഉസ്താദ് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉസ്താദെ നമുക്ക് മുഖവിലക്കെടുക്കാനും വിശ്വാസത്തിലെടുക്കാനും കഴിയുക? ഉസ്താദെ, 1989 നമ്മൾ എന്തിനാണ് ഉസ്താദെ സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോന്നത്? സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി ചില തൽപര കക്ഷികൾക്ക് വേണ്ടി നിലപാടുകളിലും നയങ്ങളിലും മാറ്റം വരുത്തുകയും മയപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടല്ലേ? തുടർന്ന് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പടയോട്ടത്തിൻ്റെ ഫലമല്ലേ ഉസ്താദെ ഇന്ന് കാണുന്ന വിധത്തിൽ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്ന് പടർന്ന് പന്തലിച്ചത്? എന്നിട്ട് ഉസ്താദ് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സംഘപരിവാർ ഭരണത്തിന് കീഴിൽ സുരക്ഷിതരാണെന്നും ആർക്കും ഒരു അരക്ഷിതാവസ്ഥയില്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച സംഘപരിവാർ ഉസ്താദിൻ്റെ വാക്കുകളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലൂടെ ഉസ്താദിൻ്റെ ആ വാക്കുകളിലൂടെ അവർക്ക് മുസ്ലിങ്ങളെ കൂടുതൽ വേട്ടയാടാനുള്ള ധൈര്യവും ശക്തിയും കിട്ടിയിരിക്കുകയാണ്. നിമിഷപ്രിയ വിഷയത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന വികാരത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ഉസ്താദ് കാര്യമായ ഇടപെടലുകൾ നടത്തിയപ്പോൾ ഉസ്താദ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണ് എന്ന് വാദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ സംഘപരിവാർ. കേന്ദ്ര സർക്കാർ പോലും അന്ന് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ തള്ളിപ്പറഞ്ഞതാണ്. അതേ സംഘപരിവാറാണ് ഇപ്പോൾ ഉസ്താദിൻ്റെ പ്രസ്താവനയെ ഏറ്റെടുത്തിരിക്കുന്നതും ആഘോഷിക്കുന്നതും. അതുകൊണ്ട് അവസാനമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ആദരപൂർവ്വം വിനയപൂർവ്വം ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഉസ്താദിൻ്റെ സത്യസന്ധതയും നിലപാടുകളും വിട്ടുവീഴ്ചയില്ലാത്ത ആദർശവും അത് ആർക്കു മുമ്പിലും തുറന്നു പറയാനുള്ള ആർജവും ഒക്കെ കണ്ടുകൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഉസ്താദിൻ്റെ കൂടെ കൂടിയത്. നിർഭാഗ്യവശാൽ അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഉസ്താദ് അവർക്ക് ആരുമാരുമല്ലാതാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉസ്താദ് ഈ നിലപാട് തിരുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.